ഇന്നൊരു അടിപൊളിയായിട്ടുള്ള കോഴിക്കോടൻ ചട്ടിപ്പത്തിരിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. പെരുന്നാളിലെല്ലാം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവം തന്നെയാണല്ലോ ഈ ഒരു ചട്ടിപ്പത്തിരി എന്നുള്ളത്. പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാർക്ക് എത്ര പുഡിങ്ങും പായസമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ഐറ്റം തന്നെ വേണം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഗീയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ആദ്യം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് സാധാരണ നമ്മൾ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതൊരു 20 മിനിറ്റ് നമുക്കിതുപോലെ അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് ബോൾസ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഒരു നാരങ്ങയുടെ വലുപ്പത്തിൻ്റെ അത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇതൊരു പൂരിയുടെ സൈസിൽ പരത്തിയെടുക്കുക കേട്ടോ ആദ്യം. അങ്ങനെ ഒരു 3 എണ്ണം പരത്തിയെടുത്തതിന് ശേഷം നമുക്കിത് ഒന്നിച്ച് വെച്ചിട്ട് മൊത്തത്തിലൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഈ പരത്തിയെടുത്തതിൽ ഒന്നിൽ ഓയിൽ ഒന്നിൽ പൊടി എന്നുള്ള രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇത് ആദ്യത്തിൻ്റെ മേളിൽ കുറച്ചൊന്ന് ഓയിൽ ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം. പിന്നെ രണ്ടാമത്തെ പരത്തി വെച്ചെടുത്തിട്ട് അതിന് മേളിൽ കുറച്ച് പൊടി വിതറി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേളിൽ അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ അതിൻ്റെ മേളിൽ കുറച്ച് ഓയിൽ ഒന്ന് പുരട്ടി കൊടുക്കാം. പിന്നെ മറ്റേതിൽ കുറച്ച് പൊടി ഇട്ടിട്ട് ഇതിൻ്റെ മേളിലേക്ക് അങ്ങ് കമഴ്ത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അങ്ങ് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്കത് ഒട്ടിപ്പോവാണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് വിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു മൂടിൻ്റെ സൈസിലാണ് കേട്ടോ പരത്തിയെടുത്തിട്ടുള്ളത്, ആ ഒരു പാത്രത്തിൻ്റെ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ചുട്ടെടുക്കണം കേട്ടോ, എന്നാലേ ആ ഒരു ചട്ടിപ്പത്തിരിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ തൊലി വാട്ടിയെടുക്കാമെന്നൊക്കെ പറയില്ല, അതുപോലെയാണ്. ഇനി നമുക്ക് കുറച്ച് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് ആ ഒരു സീറ് ഉണ്ടാക്കുമ്പോൾ അതിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കാറില്ലേ, അപ്പോൾ അതുപോലെ തന്നെ ഒന്നങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഉള്ളിയാണ് കേട്ടോ, ഇതുപോലെ നല്ല തിന്നായിട്ട് തന്നെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ കുറച്ച് ഉണക്കമുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കണം. ഇതും അതുപോലെ തന്നെ ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളിൽ 7 മുട്ട എടുക്കാം കേട്ടോ. അത്യാവശ്യം വലുതാണ്, അപ്പോൾ അതുകൊണ്ട് 7 മതി. ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ, ഒരു 2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇതിലേക്ക് നമുക്ക് കരിഞ്ജീരകം അതുപോലെ തന്നെ കറുത്ത എള്ളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കറുപ്പ് നിറമായിപ്പോൾ, അതുകൊണ്ട് നമുക്കിത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 2.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2.5 കപ്പ് തന്നെ വേണം കേട്ടോ, എന്നാലും നല്ലൊരു മധുരം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു 2.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്കിനി ഇത് ചെറിയ ചൂടിൽ വെച്ചിട്ട് ഒന്നങ്ങ് കുറുക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമ്മളൊന്ന് ചൂടായി വരുന്ന സമയത്ത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു 4-5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്നും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു കരിഞ്ജീരകവും എള്ളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂണ് കരിഞ്ജീരകവും 1 ടീസ്പൂൺ എള്ളുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കണം. ഇതിപ്പോൾ കണ്ടില്ലേ, ഏകദേശം ഒന്ന് കുറുകി വരുന്നുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റും കൂടെ നമ്മളിതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കുറുകി പോകരുത്. ഈ ഒരു പരുവത്തിലായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ചെറിയൊരു ചൂട് മാറിയതിന് ശേഷം നമുക്കിതൊന്ന് സെറ്റാക്കിയിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചുട്ട് വെച്ചിട്ടുള്ള ആ ഒരു പത്തിരി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു മുട്ടക്കൂട്ടുണ്ടല്ലോ, സീറ് എന്നാണ് അതിനൊക്കെ നമ്മളെ നാട്ടിൽ പറയാറ്. അപ്പോൾ ആ ഒരു സീറ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിങ്ങനെ നന്നായിട്ട് സോക്ക് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ആ ഒരു മൈദ പത്തിരി ഉണ്ടല്ലോ, അത് തീരുന്നവരെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് കുറച്ച് ആ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഉള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു അളവിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു സീറും കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ ചെറിയൊരു ചട്ടിപ്പത്തിരി നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. എന്നതിന് ശേഷം നമ്മൾ അടിയിൽ ഇതുപോലത്തെ ഒരു പഴയ പാൻ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മേളിൽ വെച്ചിട്ട് ബാക്കിയുള്ളതും കൂടെ വേവിച്ചെടുക്കാം. ഏകദേശം ഒരു അരമണിക്കൂർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇതുപോലെ ഇങ്ങനെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് നമ്മളതൊന്ന് വേവിച്ചെടുക്കാം. നമുക്കത് മനസ്സിലാവും അത് വെന്ത് വന്നെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ല, നന്നായിട്ട് സൈഡിൽ നിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ വിട്ടു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മേൽഭാഗം കൂടെ ഒന്നങ്ങ് ചൂടാക്കിയിട്ടെടുക്കണം. ചെറുതായിട്ടൊന്ന് അമരുന്ന രീതിയിൽ ഒന്നാക്കിയെടുക്കണം. അപ്പോൾ നമ്മളൊരു വേറൊരു പാനിലേക്ക് ഒന്നങ്ങ് കമത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് മാത്രം വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ചെറിയ ചൂടാറിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് അത് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള കോഴിക്കോടൻ ചട്ടിപ്പത്തിരിയാണ്. നല്ല എന്താ പറയുക, തേനൂറെന്നൊക്കെ പറയില്ല, അടിപൊളിയായിട്ടുള്ള ചട്ടിപ്പത്തിരി തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു കോഴിക്കോടൻ ചട്ടിപ്പത്തിരി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്